വെൽക്കം ടു വിജയ് മാഡി വ്ളോഗ്സ്. മക്കളെ, ഞാനൊരു കോഴി ഫാമിൽ പണിയെടുക്കാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു. ഒരു ചെറിയൊരു ഷോർട്സ് ഇട്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് നമ്മൾ ആ കോഴി ഫാമിൽ 40ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 45 ദിവസമാണ് പറഞ്ഞ ശേഷം 40 ദിവസം കൊണ്ട് നമ്മൾ അവർ പറഞ്ഞൊരു വലിപ്പം എത്തിച്ചതുകൊണ്ട് നമ്മളിന്ന് അവരെന്തോ ഒരു 200 കോഴിനെ പിടിക്കണം വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിപ്പം പിടിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 19 കോഴിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി പിടിക്കാൻ പോകുന്നതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു കസിൻ, അവനും അവൻ്റെ അച്ഛനും കൂടിയാണ് പിടിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു ഫണ്ണ് നമുക്ക് കാണാം. ഞാനത് കണ്ടിട്ട് ചിരിച്ചപ്പോൾ ഞാനിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു കോഴിനെ പിടിക്കണത്, എങ്ങനെയാണെന്നുള്ള സെറ്റപ്പൊക്കെ നോക്കാം. നമുക്ക് ലൈറ്റ് ഒരു ഭയങ്കര ബാഡാണ്, പക്ഷെ എന്തായാലും ഞാൻ അകത്തേക്ക് കയറുകയാണ്. അപ്പം കാണിച്ചു തരാം. ഇതാ അവിടെ കോഴിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. യെസ്, ഇതാണ് മക്കളെ കോഴി ഫാം. കോഴികളുണ്ടോ? നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഫുള്ള് സെറ്റായിരിക്കണം. ഫാമിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഫാം വൈബാണ്, നൈസ് എക്സ്പീരിയൻസ് ആണ്. ഫാം നോക്കുക പറഞ്ഞാൽ അതിൽ അച്ഛനും മോനും അവിടെ കോഴീനെ പിടിക്കുകയാണ്. നമുക്ക് നോക്കുക. കണ്ടാ, വാ ക്യാച്ച്. ഈ ഒരു സെക്ഷനിലാണ് 200 കോഴി വേണമെന്ന് പറഞ്ഞവർ. ഇപ്പം എണ്ണിയിട്ടിരിക്കുന്ന കോഴികളാണ് ഇതൊക്കെ. അവിടെ എണ്ണ എടുത്തുകൊണ്ടിരിക്കാൻ മതി. കോഴി പിടിച്ചുകൊണ്ടിരിക്കണം, ഒരു എണ്ണ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചു നേരം കോഴി പിടുത്തം കാണാം. കോഴിപ്പിടുത്തം ഇത് മുഴുവനും പാകമായിരിക്കുന്ന കോഴികളാണ്. ഇതിനൊക്കെ കൊണ്ടുപോകണം. ഇതിനൊക്കെ ഇനി കൊടുത്ത് ഒഴിവാക്കാനുള്ളതാണ്. ബാക്കി കോഴികളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർത്തുകാണ്ട് ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ ഇതിനെ കൊണ്ടുവിടുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തൊരു പാവം കുട്ടി ഈ പോലീസുകാർ ജയിലിൽ കയറ്റിവിടുന്ന പോലെയാണ് അതിൻ്റെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് ഫുൾ ലഗേജ് ഇവരെ കയറ്റി വിട്ടിരിക്കുകയാണ്. നമ്മളിനി കയറ്റാൻ പോകുന്നത്. ഇനി കുറച്ചും കൂടി കയറ്റാറുണ്ട്. വെറും 200 മാത്രമേ പിടിക്കുന്നുള്ളൂ. പക്ഷേ ഇതിനെ കാണുമ്പോഴായിട്ട് എനിക്ക് പാവം തോന്നുന്നത്. എങ്ങനെ തിരിഞ്ഞു കിടന്ന് ഭക്ഷണം കഴിച്ച് കിടന്നൊരു വ്യക്തി ഇപ്പോൾ ഒരു ഈ ലുക്കിലിരിക്കുന്നത് കാണുമ്പോൾ. മക്കളെ, സമയം 2:30 ആയിരുന്നു കോഴിനെ കയറ്റി കഴിയുമ്പം. അപ്പം ഇവരിതാ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടൊക്കെ എഴുതി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കുഞ്ഞു മുതൽ വളർത്തി കുഞ്ഞിനെ വീഡിയോസ് എടുക്കാൻ വലിയ ഫോട്ടോസ് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവർ പോവാണ്. നമുക്ക് ഇവർ വണ്ടിയും കൂടി ഒന്ന് ഇവിടെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു മക്കളെ. അങ്ങനെ വണ്ടിക്ക് നമ്മൾ ബൈ, സി യു, മിസ് യു ഗൈസ്. അങ്ങനെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് അവർ പോയിരിക്കുകയാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോയി. ബൈ, സി യു. വേറെന്താ പറയാനാ. അങ്ങനെ ഗൈസ് നമ്മളെ കോഴിക്കുഞ്ഞുമായിട്ട് അവർ പോയി.
ഇതാ പേപ്പറും കാര്യങ്ങളൊക്കെ അവർ തന്നൊക്കെ സൈൻ ചെയ്ത് അവർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. വിഷമമുണ്ട്, കാരണം ചെറുത് മുതൽ വളർത്തി വലുതാക്കി. ചെറുതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോസ് ഒന്നും തോന്നുന്നു ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്, കാരണം ഇത്രയും തോനെ വളർത്തിയിട്ട് നമ്മളതിനെ കൊല്ലാൻ കൊടുക്കുക എന്ന് പറയുമ്പം ഭയങ്കരമായിട്ടൊരു എമോഷണലി ഭയങ്കരമായിട്ടൊരു ഫീൽ. കാരണം രാവും പകലും നോക്കി അതിനൊരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ വളർത്തി, ഫുഡും കൊടുത്ത് വെള്ളവും കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് സെറ്റായിട്ട് വളർത്തിയ സാധനമാണ്. ഇപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറയുമ്പോൾ ഒരു വിഷമം. 200 കോഴിയാണ് ഇനിയും കണ്ടമാനം കിടക്കണം. 5000 കോഴിക്കുഞ്ഞിനെ ഇറക്കായിരുന്നു, അതിൽ 10-300 ചത്തു, ബാക്കിയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. അപ്പം ഈ വിഷമം എമോഷണലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊരു മിണ്ടാപ്രാണിയാണ് കാണിക്കുക, പക്ഷെ എന്നാലും ഈ വിഷമം എമോഷണലൊന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ജോലി, ഇത് നമ്മുടെ വരുമാനം, ഇത് ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അത്ര വലിയൊരു എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞു, അത്രയ്ക്കൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഓക്കെ ഫൈൻ, ഇതും കടന്നു പോവാം. അതായത് ഇത് വലിയൊരു സെറ്റപ്പ് ഒന്നും, ഇതൊരു ബിസിനസ് എന്ന രീതിയിൽ കാണാം, ജോലി. അപ്പോൾ എന്തായാലും ഇനിയും കുറേ കോഴിക്കുഞ്ഞിനെ എടുക്കാണ്ട് ആ ഒരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഇനിയിപ്പം നമ്മളിവിടുന്ന് കയറ്റി വിട്ട കോഴി ഏത് വീട്ടിലാണോ, ചിക്കൻ പൊരിച്ചതായിട്ടാണോ, അല്ല കറിയായിട്ടാണോ, ഷവർമയായിട്ടാണോ, ഏത് രീതിയിലാണ് വരാൻ പോകണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു കോഴി ഫാമിൽ വർക്ക് ചെയ്യുന്നു, അതിന് കയറ്റി വിടുന്ന പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറഞ്ഞിട്ട് പോവാം, വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും ബായ്. സോറി, കോഴിയോട് എനിക്ക് അത്രേ പറയുള്ളൂ. കാരണം അപ്പോൾ ഇതാ വന്നൊരു പുള്ളിക്കാരൻ പോവാണ്, സൂപ്പർവൈസർ എന്തോ ആയിരുന്നു, കൂടെ വന്നാണ് പോവായി. അപ്പോൾ എന്തായാലും വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, വീണ്ടും കാണാം, ബൈ.